ഹലോ കുട്ടികളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് 5ാം ക്ലാസ്സിലെ 10th ചാപ്റ്റർ റെക്റ്റാങ്കിൾ മാത്ത് എന്നുള്ള ചാപ്റ്ററിൽ നിന്നും അടുത്ത പോർഷനാണ് എടുക്കുന്നത്. നമ്മൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ, പെരിമീറ്റർ ഇതെല്ലാം എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേഷൻസൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി മാത്തമാറ്റിക്കലി ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പോർഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കാൽക്കുലേഷൻസ് അടുത്ത പോർഷനാണ്. കാൽക്കുലേഷൻസ് എങ്ങനെയാണ് റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ, ഏരിയ ഇവയൊക്കെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ടേക്ക് എ ലുക്ക് അറ്റ് ദിസ് റെക്റ്റാങ്കിൾ. ഈ ഒരു റെക്റ്റാങ്കിൾ നിങ്ങൾ നോക്കൂ. ഇതിൻ്റെ ഹൈറ്റ് എത്രയാണ്? 3 സെൻറ്റിമീറ്റർ. ലെങ്ത്ത് കൊടുത്തിരിക്കുന്നത് എത്രയാണ്? 5 സെൻറ്റിമീറ്റർ. 5 സെൻറ്റിമീറ്റർ ലെങ്ത്തും 3 സെൻറ്റിമീറ്റർ ഹൈറ്റുമുള്ള ഒരു റെക്റ്റാങ്കിൾ ഇവിടെ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ഇറ്റ്സ് പെരിമീറ്റർ? ഇതിൻ്റെ പെരിമീറ്റർ എങ്ങനെയാണ്? നമ്മളെങ്ങനെയാണ് ഇതിന് മുമ്പത്തെ പേജിൽ നമ്മൾ പഠിച്ചത്? മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മളെങ്ങനെ ഇപ്പോൾ ഈ ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? സിമ്പിൾ വേയിൽ നമ്മൾ പെരിമീറ്റർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്ത് വരുന്നുണ്ട്? ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ റെക്റ്റാങ്കിളിൻ്റെ 2 സൈഡ്സ് ആർ ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. ലെങ്ത്ത് 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഈ എല്ലാ സൈഡുകളും തമ്മിൽ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ പെരിമീറ്റർ കണ്ടുപിടിച്ചത് അല്ലേ? ഇവിടെ തന്നിരിക്കുന്നു നോക്കൂ. ആഡിങ് ദ ലെങ്ത് ഓഫ് സൈഡ്സ് 1 by 1 അല്ലേ? ഓരോ സൈഡുകളും ഈ സൈഡ് അങ്ങനെ 4 സൈഡുകളും കൂട്ടിച്ചേർത്തിട്ട് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ പെരിമീറ്റർ കണ്ടുപിടിച്ചത്. അപ്പോൾ 5 + 3 + 5 + 3 = 16 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടി. 5 + 5 10, 3 + 3 6, 10 + 6 16 സെൻറ്റിമീറ്റർ പെരിമീറ്റർ കിട്ടി. ദസ് ദ പെരിമീറ്റർ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് 16 സെൻറ്റിമീറ്റർ. നമ്മൾ പെരിമീറ്റർ 16 സെൻറ്റിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്തു. Or we can take sides of the same length together and calculate the perimeter as twice 5 and twice 3. നമ്മളിവിടെ നോക്കിയില്ലേ? ഒന്ന് ഈ പിക്ചർ നോക്കിക്കോളൂ. ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ നമ്മൾ 4 സൈഡ് കൂടെ ആഡ് ചെയ്തു. ഇതല്ലാതെ വേറെ എന്തെങ്കിലും പ്രത്യേകത നമ്മളിതിൽ കാണുന്നുണ്ടോ? നമ്മൾക്കറിയാം റെക്റ്റാങ്കിളിൻ്റെ 2 സൈഡ്സ് ആർ ഈക്വൽ ആണെന്നറിയാം അല്ലേ? 2 സൈഡുകൾ ആവർത്തിച്ച് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ആസ് twice 5 and twice 3. ട്വൈസ് ആയിട്ട് 5 എടുത്തു, ട്വൈസ് ആയിട്ട് 3 എടുത്തിട്ടാണ് നമ്മൾ പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്തത്. ട്വൈസ് പറഞ്ഞാൽ 2 ടൈംസ് വരുന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതാം? 5 × 2 2 ടൈംസ് വരുന്നുണ്ടല്ലോ. അപ്പോൾ 5 × 2 + 3 × 2 ഈക്വൽ എത്ര വരും? 5 × 2 10, 3 × 2 6, 10 + 6 16. ഈ ഒരു വേയിൽ കൂടെ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാം. ഈസ് ദർ ഇൻ അതർ വേ? ഇതൊരു മറ്റൊരു വഴിയാണ്. പെട്ടെന്ന് കുറച്ച് സിമ്പിളായിട്ടുള്ള ഏത് ടൈപ്പാണ് നമുക്ക് സിമ്പിളാണ്. ഇത് കുറച്ചുകൂടെ ഒരു മാത്തമാറ്റിക്കലി നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്ത് നോക്കാം. ട്വൈസ് 5 and twice 3 is twice 8. ഇനി വേറൊരു മെത്തേഡ് നോക്കൂ. ട്വൈസ് 5 and twice 3 എന്ന് പറഞ്ഞാൽ ട്വൈസ് 8 ആണ് അല്ലേ? 2 പ്രാവശ്യം 5 ആവർത്തിച്ച് വരുന്നു, 2 പ്രാവശ്യം 3 ആവർത്തിച്ച് വരുന്നു. അപ്പോൾ 5 + 3 എത്രയാണ്? 8 ആണ്. 8 2 പ്രാവശ്യം ആവർത്തിച്ച് വന്നാലും എന്ത് കിട്ടും നമുക്ക്? ആ ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കിട്ടും. അപ്പോൾ 5 × 2 + 3 × 2 ഈക്വൽ നമുക്ക് എങ്ങനെ എഴുതാം? 5 + 3 × 2 എന്ന് നമുക്ക് എഴുതാം. 2 സെക്ഷനിൽ കോമൺ ആയി വരുന്നതുകൊണ്ട് പുറത്തേക്ക് എടുത്തിട്ട് ഇങ്ങനെ നമുക്ക് ചെയ്യാം. 5 + 3 × 2, 5 + 3 8 × 2 16. എങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ സാധിക്കും? പെരിമീറ്റർ കണ്ടുപിടിക്കാൻ സാധിക്കും. ഈസിയാണല്ലേ? 3 മെത്തേഡും ഈസിയല്ലേ? ക്യാൻ യു കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഓഫ് സൈഡ്സ് 10 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് 5 സെൻറ്റിമീറ്റേഴ്സ് ഇൻ എ സിമിലർ വേ? മേലെ പറഞ്ഞിരിക്കുന്ന അതേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് വേറൊരു റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ അളവ് എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആൻഡ് 5 സെൻറ്റിമീറ്റർ അളവുകളുള്ള ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. ലെങ്ത് എപ്പോഴും കൂടുതലായിരിക്കും. അപ്പോൾ 10 സെൻറ്റിമീറ്റർ നമുക്ക് 5 ഹൈറ്റ് എടുത്താൽ മതി.
5 സെൻറ്റിമീറ്റർ ഹൈറ്റ് എടുത്തു. ഇങ്ങനെ നമുക്ക് മേലെ പറഞ്ഞിരിക്കുന്ന ആ ഒരു മെത്തേഡിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എല്ലാം ഇവിടെ 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും 10 സെൻറ്റിമീറ്റർ ആയിരിക്കും, ഇവിടെ 5 ആണ്, ഇവിടെയും 5 ആയിരിക്കും റെക്റ്റാങ്കിളുടെ കേസിൽ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 10 എത്ര പ്രാവശ്യം വരുന്നുണ്ട്? 2 ടൈംസ് വരുന്നുണ്ട്. അപ്പോൾ 10 × 2 പ്ലസ് 5 എത്ര പ്രാവശ്യം വരുന്നുണ്ട്? 2 ടൈംസ് വരുന്നുണ്ട്. 5 × 2. ഇനി 10 × 2 എത്രയാണ്? 20 പ്ലസ് 5 × 2 10 ഈക്വൽ 30 ആണ് ഇതിൻ്റെ പെരിമീറ്റർ വരുന്നത്. 30 സെൻറ്റിമീറ്റർ ആണ് ഈ ഒരു റെക്റ്റാങ്കിളുടെ പെരിമീറ്റർ വരുന്നത് കേട്ടോ. ഇൻ ജനറൽ ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് ട്വൈസ് ദ സം ഓഫ് ഇറ്റ് സൈഡ്സ്. എന്താ പറയുന്നത്? ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് സൈഡുകളുടെ സമ്മ് ട്വൈസ് വരുന്നതാണ് അല്ലേ? ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് സൈഡുകളുടെ സമ്മ് ട്വൈസ് വരുന്നതാണ്. ഇനി വേറെ ഒരു മെത്തേഡ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ, അതുകൂടെ നോക്കിയാലോ. 10 + 5 ഇൻറ്റു എത്ര പ്രാവശ്യം വരുന്നുണ്ട്? 2 ടൈംസ്. 10 + 5 15 ഇൻറ്റു 2 30 സെൻറ്റിമീറ്റർ കിട്ടി. അപ്പോൾ നമുക്ക് 3 മെത്തേഡിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. ഫസ്റ്റ് നമ്മൾ എങ്ങനെയാണ് എല്ലാ സൈഡും കൂടെ ആഡ് ചെയ്തു, ഈ ഒരു മെത്തേഡിൽ ചെയ്തു, ഈ ഒരു മെത്തേഡിൽ ചെയ്തു അല്ലേ? അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? റെക്റ്റാങ്കിളുടെ പെരിമീറ്റർ എന്ന് പറയുന്നത് സൈഡുകളുടെ സമ്മ് ട്വൈസ് വരുന്നതാണ്. സൈഡുകളുടെ സമ്മിൻ്റെ ട്വൈസ് ആണ്, അത്രേ ഉള്ളൂ. എന്താ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാം. ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് സൈഡുകളുടെ സമ്മിൻ്റെ ട്വൈസ് ആണ്, അത്രേ ഉള്ളൂ കേട്ടോ. വളരെ ഈസിയാണ്. യൂസിങ് ദിസ് ക്യാൻ യു മെൻ്റലി കാൽക്കുലേറ്റ് ദ പെരിമീറ്റേഴ്സ് ഓഫ് റെക്റ്റാങ്കിൾ വിത്ത് ലെങ്ത്സ് ഓഫ് സൈഡ്സ് ആസ് ബിലോ. കുറച്ച് റെക്റ്റാങ്കിൾസിൻ്റെ ലെങ്ത്തും സൈഡ്സിൻ്റെ ലെങ്ത്തും മെഷർമെൻ്റ് ഒക്കെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് മെൻ്റലി പെട്ടെന്ന് നിങ്ങൾക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം അല്ലേ? ഒരു മിനിറ്റ്, ഇതൊക്കെ ഞാൻ ഡിലീറ്റ് ആക്കട്ടെ. ഫസ്റ്റത്തെ റെക്റ്റാങ്കിളിൻ്റെ അളവ് എത്രയാണ് തന്നിരിക്കുന്നത്? 6 സെൻറ്റിമീറ്റർ ആൻഡ് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മളൊരു റെക്റ്റാങ്കിൾ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുക. 6 സെൻറ്റിമീറ്റർ ആൻഡ് 3 സെൻറ്റിമീറ്റർ. ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 3 + 6 × 2. സൈഡ്സിൻ്റെ ട്വൈസാണ്, സൈഡ്സിൻ്റെ സമ്മിൻ്റെ ട്വൈസാണ്. ഇതാ എത്രയാണ്? ഒരു സൈഡിൻ്റെ 3 വരുന്നുണ്ട്, 6 സെൻറ്റിമീറ്റർ വരുന്നുണ്ട്. ഈ സൈഡുകളുടെ സം എന്ന് പറഞ്ഞാൽ എന്താ? ആഡ് ചെയ്യുക. ഈ സൈഡുകളുടെ സമ്മിൻ്റെ ട്വൈസാണ് എന്ത്? ആ ഒരു റെക്റ്റാങ്കിളുടെ പെരിമീറ്റർ എന്ന് പറയുന്നത്. 3 + 6 എത്രയാണ്? 9. 9 × 2 18 സെൻറ്റിമീറ്റർ ആണ് പെരിമീറ്റർ വരുന്നത്. മനസ്സിലായല്ലോ? അതുപോലെ 13 സെൻറ്റിമീറ്റർ ആൻഡ് 17 സെൻറ്റിമീറ്റർ. ഇതേ മെത്തേഡിൽ തന്നെ ചെയ്യാം നമുക്ക്. ഈസി അല്ലേ? 13 + 7 × ട്വൈസ് അല്ലേ? സമ്മിൻ്റെ ട്വൈസ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. × 2. 13 + 7 എത്രയാണ് വരിക? 20 × 2. 20 × 2 എത്രയാണ്? 40 സെൻറ്റിമീറ്റർ ആണ് പെരിമീറ്റർ വന്നിരിക്കുന്നത് രണ്ടാമത്തതിൻ്റെ. ഇനി മൂന്നാമത്തതിൻ്റെ ഇതുപോലെ എങ്ങനെ വരും? 6 ആണ് അല്ലേ? 6 സെൻറ്റിമീറ്റർ ആൻഡ് 6 സെൻറ്റിമീറ്റർ വന്നിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? 6 + 6 × 2 ചെയ്താൽ മതി. 6 + 6 × 2 ചെയ്താൽ മതി കേട്ടോ. 6 + 6 × 2 ചെയ്യുക. 6 + 6 × 2 ആൻസർ കിട്ടും. അടുത്തത് എങ്ങനെയാണ് വന്നിരിക്കുന്നത്? 25 മീറ്റേഴ്സ് ആൻഡ് 15 മീറ്റേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 25 + 15 × 2. 25 + 15 എത്ര വരിക? 40 വരും. 40 × 2 80 മീറ്ററിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മീറ്റർ എഴുതണം. പെരിമീറ്റർ എത്ര വന്നു? 80 മീറ്റേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അടുത്തത് ലാസ്റ്റത്തെ നോക്കൂ. 34 മീറ്റേഴ്സ് ആൻഡ് 16 മീറ്റേഴ്സ്. 34 മീറ്റേഴ്സ് ആൻഡ് 16 മീറ്റേഴ്സ്. 34 +
16 ഇൻറ്റു 2 ചെയ്താൽ മതി, ഇൻറ്റു 2 ചെയ്താൽ മതി കേട്ടോ. 34 + 16 ഇൻറ്റു 2 ചെയ്താൽ നമ്മൾക്ക് എന്ത് കിട്ടും? പെരിമീറ്റർ കിട്ടുന്നതായിരിക്കും. നൗ ഹൗ ഡു വി കമ്പ്യൂട്ട് ദ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ സീൻ ഏർലിയർ? നമ്മൾക്ക് മുമ്പ് തന്നിട്ടുള്ള അതേ ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ നമ്മൾ കാണാൻ പഠിച്ചു. ഇനി ഇതിൻ്റെ ഇൻസൈഡ് അളവിന് നമ്മൾ എന്താ പറയുക? ഏരിയ എന്ന് പറയും. ആ ഏരിയ എങ്ങനെയാണ് കാണുന്നത് എന്നാണ് അടുത്തത് പഠിക്കാൻ പോകുന്നത്. സെയിം അളവാണ്, 5 സെൻറ്റിമീറ്റർ ഉണ്ട്, 3 സെൻറ്റിമീറ്റർ. നമ്മൾ ഔട്ട്സൈഡത്തെ അളവല്ല ഇപ്പം നോക്കുന്നത്, ഇൻസൈഡത്തെ അളവാണ് നോക്കുന്നത്. ഇൻസൈഡത്തെ അളവിനെ ഏരിയ എന്ന് പറയും, ഔട്ട്സൈഡ് അളവിനെ പെരിമീറ്റർ എന്നും പറയും. For that, we will have to calculate the number of small squares of side 1 cm that can fit inside. നമ്മൾ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ കുറേ സ്മോൾ സ്ക്വയേഴ്സ് ചേർന്നിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ഒരു റെക്റ്റാങ്കിൾ ഉണ്ടായിരിക്കുന്നത്. കുറേ സ്മോൾ സ്ക്വയേഴ്സ് 1 സെൻറ്റിമീറ്റർ സൈഡുകളുള്ള കുറേ സ്മോൾ സ്ക്വയേഴ്സ് ചേർന്നിട്ടാണ് ആ റെക്റ്റാങ്കിൾ ഉണ്ടായിരിക്കുന്നത്. സങ്കല്പിക്കുക. ഫസ്റ്റ് ലെറ്റ് put one row of such squares along the bottom side. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ബോട്ടം സൈഡിൽ ഒരു ലൈൻ വരയ്ക്കാം. 1 സെൻറ്റിമീറ്റർ അളവിൽ ഒരു ലൈൻ വരച്ചു. ഇവിടെ കണ്ടില്ലേ, ഒരു 1 സെൻറ്റിമീറ്റർ അളവിൽ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ട്? 1 2 3 4 5 സ്ക്വയേഴ്സ് ഉണ്ട്. കാരണം ഇവിടെ 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇങ്ങോട്ട് എത്ര സ്ക്വയേഴ്സ് വേണ്ടി വരും? നമുക്ക് മേലേക്ക് എത്ര സ്ക്വയേഴ്സ് വേണ്ടി വരും? 3 സ്ക്വയേഴ്സ് വേണ്ടി വരും അല്ലേ? 1 2 3 അങ്ങനെ നമ്മൾ വരച്ചു. 5 സ്ക്വയേഴ്സ് ഉണ്ട്. ഇനി അടുത്ത പേജ് നോക്കൂ. ഹൗ മെനി സച്ച് റോസ് ക്യാൻ വി സ്റ്റാക്ക് ഇൻസൈഡ് ദ റെക്റ്റാങ്കിൾ? ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ എത്ര സ്ക്വയേഴ്സ് വെക്കേണ്ടി വരും? എത്ര സ്ക്വയേഴ്സ് വെക്കേണ്ടി വരും എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് എണ്ണി നോക്കാമല്ലോ. എത്ര സ്ക്വയേഴ്സ് വെക്കേണ്ടി വരും? 1 2 3 5 സെൻറ്റിമീറ്റർ കൊടുത്തിട്ടുണ്ടല്ലോ. അത് നിങ്ങൾ എണ്ണി നോക്കൂ. മൊത്തം എത്ര സ്ക്വയേഴ്സ് വെക്കേണ്ടി വരും? 15 സ്ക്വയേഴ്സ് വേണം അല്ലേ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 സ്ക്വയേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു റെക്റ്റാങ്കിളാണിത് അല്ലേ? സോ വാട്ട്സ് ദ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ? അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ അളവ് എത്ര കിട്ടി നമുക്ക്? 15 കിട്ടിയില്ലേ? 15 സെൻറ്റിമീറ്റർ കിട്ടിയില്ലേ? ഉള്ളളവാണല്ലോ ഈ ഏരിയ എന്ന് പറയുന്നത്. 3 rows of 5 squares each അല്ലേ? എങ്ങനെയാണെന്ന് വന്നിരിക്കുന്നത്? 3 rows of 5 squares each. 3 റോകൾ വന്നിട്ടുണ്ട്. 5 സ്ക്വയേഴ്സ് ഉള്ള 3 റോകൾ അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ 3 × 5 = 15 സ്ക്വയേഴ്സ് ഇൻ ഓൾ. എങ്ങനെയാണ് നമുക്ക് എഴുതുക? സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് നമ്മൾക്ക് എഴുതണം കേട്ടോ. ഏരിയ പറയുമ്പോൾ എങ്ങനെയാണ്? സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് പറയുക. അപ്പോൾ ദ ഏരിയ ഈസ് 15 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. ക്യാൻ യു നൗ കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ ഗിവൺ ബിലോ? അപ്പോൾ താഴെ തന്നിരിക്കുന്ന ആ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമോ ചോദിക്കുന്നത്, മേലെ പറഞ്ഞ മെത്തേഡിൽ. അപ്പോൾ ഇവിടെ എത്രയാണ്? 6 സെൻറ്റിമീറ്റർ ലെങ്ത്തും 2 സെൻറ്റിമീറ്റർ ഹൈറ്റോ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഓരോ 1 സെൻറ്റിമീറ്റർ സ്ക്വയേഴ്സ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് നമ്മൾ സങ്കല്പിക്കണം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ നമ്മൾ വരച്ചു അല്ലേ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചു. ഇപ്പോൾ 2 സെൻറ്റിമീറ്റർ ആയില്ലേ? ഇവിടെ ഒരു സ്ക്വയർ, ഇവിടെ ഒരു സ്ക്വയർ. അതുപോലെ എത്ര സ്ക്വയർ ഇവിടെ വരയ്ക്കണം? 6 സ്ക്വയേഴ്സ് വരയ്ക്കണം അല്ലേ? 2 3 4 5 എണ്ണി നോക്കാം. 1 2 3 4 5 6 സെൻറ്റിമീറ്ററായി. 1 സെൻറ്റിമീറ്റർ ഉള്ള ഓരോ സ്ക്വയറുകളും അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അങ്ങനെ ഹൈറ്റ് എത്ര? 2 സെൻറ്റിമീറ്റർ വരുന്നുള്ളൂ. അപ്പോൾ 6 സ്ക്വയേഴ്സ് ഒരു റോയിലുണ്ട്. എത്ര റോ വരുന്നുണ്ട്? 2 റോ വരുന്നുണ്ട്. 6 സ്ക്വയേഴ്സ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. എത്ര റോയിൽ? 2 റോയിലായിട്ട് 6 സ്ക്വയേഴ്സ് ഉണ്ട്. അപ്പോൾ 6 × 2 എത്രയാണ്? 12 സ്ക്വയർ സെൻറ്റിമീറ്റർ. നമ്മൾക്ക് എന്ത് കിട്ടി? ഏരിയ കിട്ടിയില്ലേ? അപ്പോൾ ഹൗ മെനി സ്ക്വയേഴ്സ് ഓഫ് സൈഡ് 1 സെൻറ്റിമീറ്റർ ക്യാൻ വി അറേഞ്ച് എലോങ് ദ ബോട്ടം സൈഡ്? താഴെ എത്ര സ്ക്വയേഴ്സ് വന്നിട്ടുണ്ട്? 6 സ്ക്വയേഴ്സ് വന്നിട്ടുണ്ട്. ഹൗ മെനി സച്ച് റോസ് ക്യാൻ ബി സ്റ്റാക്ക്ഡ് ഇൻസൈഡ് ദ റെക്റ്റാങ്കിൾ? എത്ര റോസ് ഇതിന് ഉള്ളിൽ സ്റ്റാക്ക് ചെയ്ത് കിടക്കുന്നുണ്ട്? 2 റോസ് കിടക്കുന്നുണ്ട്. 6
സ്ക്വയേഴ്സ് ഉള്ള 2 റോസ് കിടക്കുന്നുണ്ട്. ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ? എല്ലാ സ്ക്വയേഴ്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും എന്നാണ് ചോദിക്കുന്നത്. നമുക്കപ്പോൾ എന്താ 6 സ്ക്വയേഴ്സ് 2 റോസിലായി കിടക്കുന്നുണ്ട്. 6 സ്ക്വയേഴ്സ് 2 റോസിലായി കിടക്കുമ്പോൾ 6 × 2 12 സ്ക്വയർ സെൻറ്റിമീറ്റർ. Now, how do we state the general method to calculate the area of rectangle? നമ്മൾക്ക് എങ്ങനെയാണ് ഒരു ജനറൽ മെത്തേഡിൽ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്? The area of a rectangle is the product of the length of its sides. ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ എന്ത് വരും? The product of the length of its sides. സൈഡുകളുടെ ലെങ്ത്തിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ, സം എന്ന് പറഞ്ഞാൽ എന്താണ്? അഡീഷൻ. അത് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ പ്രൊഡക്റ്റാണ് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. സൈഡുകളുടെ പ്രൊഡക്റ്റ്, 2 സൈഡിനെ തമ്മിൽ എന്ത് ചെയ്യുക? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അതാണ് അതിൻ്റെ ഏരിയ. നോട്ട് that if the length of the sides are in centimeters, ലെങ്ത്ത് നമ്മൾ സെൻറ്റിമീറ്റേഴ്സിലാണ് ഡിനോട്ട് ചെയ്യാറ്. ദ ഏരിയ ഈസ് ഇൻ ദ സ്ക്വയർ സെൻറ്റിമീറ്റർ. നമ്മൾ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്ററിനെ നമ്മൾ സെൻറ്റിമീറ്ററിൽ തന്നെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഏരിയ കണ്ടുപിടിക്കുമ്പോൾ അത് സ്ക്വയർ സെൻറ്റിമീറ്റർ ആവും. കാരണം അതിൻ്റെ ഉള്ളിൽ 1 സെൻറ്റിമീറ്ററുള്ള കുറേ സ്ക്വയേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്താ പറയുന്നത്? സൈഡ്സിൻ്റെ ലെങ്ത്തിന് സെൻറ്റിമീറ്റേഴ്സിൽ പറയും. ദ ഏരിയ ഈസ് ഇൻ സ്ക്വയർ സെൻറ്റിമീറ്റർ. ഏരിയ കണ്ടുപിടിക്കുമ്പോൾ എന്തായി മാറും? അത് സ്ക്വയർ സെൻറ്റിമീറ്ററായി മാറും. ആൻഡ് ഇഫ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ആർ ഇൻ മീറ്റേഴ്സ്, ഇനി മീറ്റേഴ്സിലാണെങ്കിൽ ഏരിയ കണ്ടുപിടിക്കുന്നതെങ്കിൽ, ഇപ്പോൾ സെൻറ്റിമീറ്ററിലാണ് അളവ് തന്നിരിക്കുന്നത്, പക്ഷേ ഏരിയ കണ്ടുപിടിക്കുന്ന സമയത്ത് അത് എന്തായി മാറും? സ്ക്വയർ സെൻറ്റിമീറ്ററായി മാറും. ഇനി മീറ്റേഴ്സിലാണ് നമ്മൾക്ക് എന്ത് തരുന്നത്? സൈഡ്സിൻ്റെ അളവുകൾ തരുന്നതെങ്കിൽ ഏരിയ കണ്ടുപിടിച്ച് വരുമ്പോൾ എന്തായി മാറും? സ്ക്വയർ മീറ്റേഴ്സായി മാറും. സെൻറ്റിമീറ്റർ സ്ക്വയർ സെൻറ്റിമീറ്ററായി, മീറ്റർ സ്ക്വയർ മീറ്റേഴ്സായി മാറും. മനസ്സിലായോ? പെരിമീറ്ററും ഏരിയയും എങ്ങനെയാണെന്ന് മനസ്സിലായോ? കുറച്ച് പ്രോബ്ലംസ് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ഏരിയാസ് ഓഫ് ദ റെക്റ്റാങ്കിൾ വിത്ത് ലെങ്ത് ഓഫ് സൈഡ്സ് ആസ് ബിലോ. എന്താ പറഞ്ഞിരിക്കുന്നത്? കാൽക്കുലേറ്റ് ദ ഏരിയ എന്ന് പറയുമ്പോൾ ഇൻസൈഡ് അളവാണ്. റെക്റ്റാങ്കിളിൻ്റെ ഇൻസൈഡ് മെഷർമെൻ്റ് ആണ്. സൈഡുകളുടെ ലെങ്ത്ത് തന്നിട്ടുണ്ട് 6 സെൻറ്റിമീറ്റർ ആൻഡ് 3 സെൻറ്റിമീറ്റർ. 6 സെൻറ്റിമീറ്റർ ആൻഡ് 3 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഏരിയ ആണ് കാണുന്നത്. നമുക്ക് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്തല്ല കാണുന്നത്? നമ്മൾ ഔട്ട്സൈഡ് അല്ല, പെരിമീറ്റർ അല്ല. ഏരിയ പറയുമ്പോൾ ഇൻസൈഡ്. അത് പഠിച്ചു വെച്ചോളൂ. ഏരിയ എന്ന് വെച്ചാൽ ഇൻസൈഡ് ആണെന്ന് ഓർത്ത് വെച്ചോളൂ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡാണ്. ഇവിടെ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഏരിയ ആണ്. ഏരിയ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പഠിച്ചത്? ഒരു റെക്റ്റാങ്കിളുടെ ഏരിയ എന്ന് വെച്ചാൽ ആ സൈഡുകളുടെ പ്രൊഡക്റ്റാണ്. സൈഡ്സിൻ്റെ ലെങ്ത്തിൻ്റെ പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതാണ് സൈഡുകൾ അല്ലേ? ഈ സൈഡുകൾ തമ്മിൽ 2 സൈഡുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഈ 2 സൈഡുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഉള്ളിലത്തെ അളവ് കേട്ടോ, ഉള്ളിലത്തെ അളവ്. നമുക്ക് എങ്ങനെയാണെന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഏരിയ കണ്ടുപിടിക്കാൻ 6 സെൻറ്റിമീറ്റർ ആൻഡ് 3 സെൻറ്റിമീറ്റർ. 6 × 3 18 സ്ക്വയർ സെൻറ്റിമീറ്റർ. അടുത്തത് ക്വസ്റ്റ്യൻ എത്രയാണ്? 12 സെൻറ്റിമീറ്റർ ആൻഡ് 5 സെൻറ്റിമീറ്റർ. 12 × 5. 12 സ്ക്വയേഴ്സ് 5 ടൈംസ് റോസിൽ വന്നിട്ടുണ്ട് എന്നാണ് കേട്ടോ. 12 × 5 60 സ്ക്വയർ സെൻറ്റിമീറ്റർ. അടുത്തത് 10 സെൻറ്റിമീറ്റർ ആൻഡ് 10 സെൻറ്റിമീറ്റർ. 10 × 10 ഈക്വൽ 100 സ്ക്വയർ സെൻറ്റിമീറ്റർ. അതുപോലെ 8 മീറ്റേഴ്സ് ആൻഡ് 5 മീറ്റേഴ്സ്. 8 × 5 40 സ്ക്വയർ സെൻറ്റിമീറ്റർ. 14 സ്ക്വയർ മീറ്റേഴ്സ്. ഇവിടെ മീറ്റേഴ്സാണ് വന്നിരിക്കുന്നത്. അടുത്തത് 11 മീറ്റേഴ്സ് ആൻഡ് 7 മീറ്റേഴ്സ്. 77. 11 × 7 77. 77 സ്ക്വയർ മീറ്റേഴ്സ് എന്ന് പറയും. അത് 11 × 7 ഈക്വൽ 77 സ്ക്വയർ മീറ്റർ. അങ്ങനെയാണ് ഏരിയ കണ്ടുപിടിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്നത്? ഡ്രോ റെക്റ്റാങ്കിൾ ഓഫ് ഏരിയ ആൻഡ് പെരിമീറ്റേഴ്സ് ആസ് ബിലോ. താഴെ തന്നിരിക്കുന്ന ഒരു റെക്റ്റാങ്കിളിൻ്റെ സൈഡുകളുടെ അളവാണ്.
ഡ്രോ റെക്റ്റാങ്കിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡ്രോ എന്ന് പറഞ്ഞാൽ എന്താണ് അറിയാലോ? വരയ്ക്കണം. എങ്ങനെ വരയ്ക്കണം? ഏരിയ ആൻഡ് പെരിമീറ്റർ ആസ് ബിലോ. ഇവിടെ പെരിമീറ്ററും ഏരിയയും തന്നിട്ടുണ്ട്, സൈഡുകളുടെ അളവല്ല തന്നിരിക്കുന്നത്. ഏരിയ ആൻഡ് പെരിമീറ്റർ. ഏരിയ എത്രയാണ്? 12 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. പെരിമീറ്റർ 14 സെൻറ്റിമീറ്റർ ആണ്. സ്ക്വയർ സെൻറ്റിമീറ്ററിലാണ് ഏരിയ വരിക, സെൻറ്റിമീറ്ററിലാണ് പെരിമീറ്റർ വരിക. അപ്പോൾ 12 സ്ക്വയർ സെൻറ്റിമീറ്റർ ഉള്ള 14 സെൻറ്റിമീറ്റർ പെരിമീറ്റർ ഉള്ള ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ചെയ്ത് നോക്കാൻ പറ്റും? 12 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 12 സ്ക്വയേഴ്സ് ആ റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. 1 സെൻറ്റിമീറ്റർ അളവുള്ള 12 സ്ക്വയേഴ്സ് അതിലുണ്ടായിരിക്കണം. അതിൻ്റെ സൈഡുകളുടെ അളവ് എങ്ങനെ വരും? നമ്മൾ എങ്ങനെയാണ് പെരിമീറ്റർ കണ്ടുപിടിക്കാറ്? മൾട്ടിപ്ലൈ ചെയ്തിട്ടല്ലേ? അല്ല, ഏരിയ കണ്ടുപിടിക്കാറ് മൾട്ടിപ്ലൈ ചെയ്തിട്ടല്ലേ? ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. എല്ലാവരും വീഡിയോ നല്ലപോലെ കാണുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കേട്ടോ വീഡിയോസ് എല്ലാം കാണാൻ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം വളരെ ഈസി ആയിട്ടും ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റുന്നത് പോലെ വളരെ സിമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. Thank you for watching. Have a nice day.